എൻ്റെ ആദ്യത്തെ ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? എനിക്കറിയത്തില്ല കേട്ടോ ഇതൊന്നും ചെയ്യാനായിട്ട്. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാമെന്നോർത്തു. ഞാൻ ദേ മോളെ കൊണ്ട് അമ്പലത്തിൽ പോകാനായതുകൊണ്ട് ഞാൻ രണ്ടാമതൊന്നും കൂടെ കുളിച്ചിട്ടുണ്ട്. ദേ മോളെ കൊണ്ട് മുടിയൊന്നും ഉണക്കിച്ചിട്ടുണ്ട്. എന്നിട്ട് രണ്ട് വശവും ചുമ്മാ എടുത്ത് രണ്ട് വശവും വകുപ്പിട്ടിട്ട് 2 സ്ലൈഡ് കുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. വേറൊന്നും മുടിയിൽ ചെയ്തിട്ടില്ല. രാവിലെ കുളിച്ചുകൊണ്ട് പൊട്ടൊക്കെ അങ്ങനെ തന്നെയുണ്ട്. ഞാൻ പൊട്ടൊന്നും മാറ്റിയൊന്നുമില്ല. സിന്ദൂരം കുറച്ച് നെറ്റിൽ തന്നെ ഇരിപ്പുണ്ട്. കാരണം എൻ്റെ സിന്ദൂരം ഒരു ഇച്ചിരി ഡാർക്കാണ്. പക്ഷേ ഇത് ഇപ്പോൾ ഈ കുളിച്ചിട്ട് വന്നപ്പോൾ തന്നെ ഞാൻ കുറച്ച് സിന്ദൂരം എടുത്ത് തൊട്ടായിരുന്നു. പക്ഷേ എന്നാലും ഈ മുടിയൊക്കെ ഉണക്കി വന്നപ്പോൾ പിന്നെയും കുറച്ചുകൂടെ ആയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. വിയർത്ത് കുളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ സർജറി കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ ഏറ്റവും മെയിൻ പ്രോബ്ലം ആണ് ഈ വിയർക്കുക എന്നുള്ളത്. ശരിക്കും വിയർക്കും. ഞാൻ വിയർത്ത് കുളിക്കും. ഡീകൺസ്ട്രക്റ്റഡിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ ഇടുന്നത്. പറയുന്നൊക്കെ വിഴുങ്ങിപ്പോകും. സൺസ്ക്രീൻ ഇടുന്നത്. വേറെ മോയ്സ്ചറൈസർ ഇടും, സൺസ്ക്രീൻ ഇടും. എൻ്റെ ആകപ്പാടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് മാത്രമാണ്. പക്ഷേ മോയ്സ്ചറൈസർ തീർന്നതുകൊണ്ട് ഞാൻ അതുകൊണ്ട് മാത്രം തൃപ്തിപ്പെട്ടു. അത് നല്ലപോലെ അബ്സോർവ് ആക്കി നല്ലോണം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇതൊട്ടും ഇതല്ല കേട്ടോ, നമുക്ക് ഒട്ടും വൈറ്റ് കാസ്റ്റിങ്ങോ അങ്ങനെ ഒന്നും തരത്തില്ല. മോയ്സ്ചറൈസർ ഇട്ടില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. നല്ലോണം നല്ലൊരു ക്രീമി ടെക്സ്ചറാണ്. നല്ലതാണ് ഇടാനായിട്ട്. എന്നിട്ട് ഞാൻ കണ്ണെഴുതുന്നുണ്ട്. എനിക്ക് ഈ ഫോണിലൊന്നും നോക്കി കണ്ണെഴുതിയാലൊന്നും എനിക്കൊന്നും മനസ്സിലാകത്തില്ല. പിന്നെ ഞാൻ കണ്ണെഴുതി നോക്കി കണ്ണെഴുതി അടുത്തേ ഡോട്ട് ആൻഡ് കീയുടെ ഒരു ലിപ് ഗ്ലോ ഇടുന്നുണ്ട്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ചുണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രൈ ആകുന്നുണ്ട് കുറേ നാൾ കൊണ്ട്. അതിന് ലിപ്സ്റ്റിക് ഇടുന്നില്ല. ലിപ്സ്റ്റിക് ഇടുന്നതിന് പകരം ഡോട്ട് ആൻഡ് കീഡ്. ഇത് ഒരു ടിൻറ്റഡാണ്, ഒരു ലൈറ്റ് റെഡ് കളറുള്ളത്. അതിന് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ തൂത്ത് കൊടുക്കും. അന്നേരം ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് പോലെ വരും. ഇതാണ് ഡ്രസ്സ്. ഷാളും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിത് പോകാൻ ഇറങ്ങുകയാണ്. അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പം പോയിട്ട് വരാം. ഞാനും ഉണ്ട്, മൂത്താളും പോകുന്നുണ്ട്. ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ? കൊള്ളാവോ?